നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ, അതായത് വിവാദ പരാമർശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, വിവാദ വിഷയമാക്കിയ ഒരു ചർച്ചയുണ്ടായിരുന്നു. അതായത് സിനിമാ മേഖലയിൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയെ അടച്ച് അധിക്ഷേപിച്ച ഒരു മോശമായ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു വനിതയുണ്ടായിരുന്നു. അപ്പോൾ ആ വനിതയെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതിന് ഉത്തരവൊക്കെ അദ്ദേഹം നൽകിയായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് യൂട്യൂബിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ, നമ്മുടെ ചങ്കാണ്, അത്യാവശ്യം പ്രാങ്ക് ഒക്കെ ചെയ്യുന്നതാണ്, അറിയാൻ പറ്റും നിങ്ങൾക്ക്, അദ്ദേഹത്തിന് നേരിട്ട് കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു. ആ അഭിപ്രായം നമുക്കൊന്ന് കണ്ടുപോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദ വിഷയമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൊരു പെണ്ണ് വൈറലായിട്ടുണ്ട്. കിടന്നു കൊടുത്താൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനെക്കുറിച്ച് എന്താണ് യൂട്യൂബറായ താങ്കൾക്ക് പറയാം? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ ഒരു സിനിമയിൽ കമ്മിറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോ തന്നെ ആളെ ചിരിച്ചു. വേറെ ഒന്നുമല്ല, ഇത് എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കണത്, എന്നെ നീ കുട്ടിക്കാൻ നോക്കണം എന്നുള്ള മൈൻഡിലാണ് പുള്ളി ചിരിച്ചത്. പക്ഷെ പുള്ളി അതിന് അന്തസ്സായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടാ. ഹായ്, ഞാൻ ഇന്ന് സ്വർഗത്തിലെ കട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് എനിക്ക് റോൾ ഉണ്ട്, ധ്യാന്റെ ഫ്രണ്ടായിട്ട്. എന്റെ സിനിമയില് ഒരു സ്ത്രീയും കിടന്നു കൊടുത്തിട്ടല്ല അതിനകത്ത് അഭിനയിച്ച്. ഒരുപാട് അമ്മ കഥാപാത്രങ്ങളുണ്ട്, പെങ്ങളുണ്ട്, അതിനകത്ത് നായികയുണ്ട്. ആർക്കും അവിടെ കിടന്നു കൊടുത്തിട്ടല്ല. കഴിവുള്ളവൻ കയറി വരും. ഇതാണ് അതിനുള്ള ഒരു ആൻസർ. ആ പെൺകിടാവ് ഇദ്ദേഹത്തിനോടാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവൻ അന്തസ്സായിട്ട് മൂത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞാൽ ഈ മറുപടി കേട്ടപ്പോണ്ടല്ല ചെവിന്ന് ഒരു കിളിയാണ് പോയത്. ഞാനിപ്പോ യൂട്യൂബിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഇന്നൊരു സിനിമയിൽ എത്തിയത് ഞങ്ങൾ ആരുടെ കിടന്നു കൊടുത്തിട്ടല്ല. അത് കടന്നു കൊടുക്കാനാണെങ്കിൽ ഒരുപാട് നമ്മുടെ നാട്ടില് വേശ്യാലയങ്ങളും. ഇതാണ് അന്തസ്സായിട്ടുള്ള മറുപടി. കൃത്യമായിട്ട് അടിവരയിട്ട് ഉത്തരം പറഞ്ഞേട്ടാ. ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി ചോദിക്കേണ്ടത് ഇദ്ദേഹത്തോടായിരുന്നു. ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ മേലാല് അഭിമുഖം എന്ന് പറഞ്ഞൊരു സംഭവം നടത്തില്ലായിരുന്നു. കാരണം ഇമാതിരി വളച്ചൊടിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വൈറലാവാൻ ശ്രമിക്കുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. അതിലെല്ലാവരും പറയാൻ പറ്റില്ല. ഇതേപോലെ അപൂർവം ചിലർ മാത്രം. കാരണം ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറലാവാം, അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടാം, അല്ലെങ്കിൽ വാച്ച് അവർ കൂട്ടാം എന്നൊക്കെ പറഞ്ഞ മൈൻഡുള്ള പല ആൾക്കാരുണ്ട്. അത് ഈ രീതിയിൽ വളച്ചൊടിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരെന്നുള്ളൂ. സത്യസന്ധമായ രീതിയിൽ ചോദിക്കാം ഏതൊരു ക്വസ്റ്റ്യനും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെല്ലാം ഇന്ന് നായികമാരായി ടോപ്പ് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തേണ്ടതാണ്. കഷ്ടപ്പെട്ട് കഴിവുള്ളവര് പല മേഖലകളിൽ ഇന്ന് കയറി വന്നു. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, ഇങ്ങനെ വളഞ്ഞ വഴിയെ പോയിട്ട് സഞ്ചരിച്ച് ഞങ്ങളെ ഒറ്റയടിക്കൊന്ന് നേടിയെടുക്കുക എന്നുള്ള മൈൻഡ് ഉണ്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് തലച്ചോറുണ്ട്. ഇതേപോലെ പരിപാടിയൊന്നും നടക്കില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ മോശമായ രീതിയിൽ ഇങ്ങനെ സിനിമ ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പരമാവധി ചോദിക്കാണ്ടിരിക്കുക. അങ്ങനെ ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, അതിൽ ബാക്കിയുള്ള കലാകാരന്മാർ വരെയും അതിനകത്ത് മോശക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ അങ്ങനെയാണോ, പ്രേക്ഷകർ വിചാരിക്കുന്നത് ഇങ്ങനെയാണോ അത്, അല്ലെങ്കിൽ അങ്ങനെയാണോ അത്, എന്ത് കാര്യമുണ്ട് ഇങ്ങനെ വളച്ചൊടിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായ രീതിയിൽ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചൂടെ? ഇദ്ദേഹം പറഞ്ഞിട്ടില്ലേ, വളരെ കഷ്ടപ്പെട്ട് കയറി വരുന്നവർ മാത്രമേ കയറി പോകുള്ളൂ, അല്ലാതെ കഴിവില്ലാത്ത ആൾക്കാർ ഒറ്റയടിക്ക് വെറുതെ കയറിപ്പോൾ നടക്കൂല. നന്നായിട്ട് പരിശ്രമിക്കണം. പരിശ്രമമാണ് ഏറ്റവും വലുത്. വളരെയധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ സിനിമ ഇൻഡസ്ട്രിയിൽ എത്താൻ പറ്റൂ. ഇപ്പൊ ഈ ആങ്കർ ചെയ്യുക, അവര് ഇത്ര ഒരു പേയ്മെന്റ് വാങ്ങി ഇത്ര മണിക്കൂറത്തേക്ക് ചെയ്യുന്നത് കണക്കല്ല. ഒരു സിനിമയിൽ 3-4 മാസം അവർ എൻ്റെ കാര്യങ്ങൾ രാവും പകലും പട്ടിണി കിടന്നും ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഫിസിക്ക് ക്രിയേറ്റ് ചെയ്തും അഭിനയിക്കുന്ന ഒരു കാര്യം. ഇദ്ദേഹം ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടായിരുന്നു. ഒരു സിനിമ എന്ന് പറയുന്ന അതിലെ കഥാപാത്രങ്ങൾ അടക്കം, അതായത് ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ കഥാപാത്രങ്ങൾ അടക്കം ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ശരിക്കും ഒട്ടും തന്നെ വില വയ്ക്കാതെ തരം താഴ്ന്ന ഇതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കുക. സിനിമ എന്ന് പറയുമ്പോൾ അതിലെ നടന്മാരും നടിമാരും മാത്രമല്ല, ആ ഒരു ആൾക്കാർ വരെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്. അതെ, എന്റെ ഒരു ക്രൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സ്ത്രീകൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് സ്ത്രീകൾ വരും. ഒരു വെള്ളം തൊട്ട് അങ്ങ് എഡിറ്റിംഗ് ടൈം വരെ ഉള്ള അതിനകത്ത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അത് വിവരമില്ലായ്മയുടെ പ്രശ്നമാണ്. ശരിക്കും റീച്ച് കൂട്ടുന്നതിന് വേണ്ടി തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണോ അത്? അങ്ങനെ നമുക്ക് എന്റെ ഒരു കാഴ്ചപ്പാടി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിന് പിന്നിൽ പല സ്റ്റോറികൾ കാണും. ഇപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രാങ്കുകൾ വളരെ സത്യസന്ധമായിട്ട് പെൺകുട്ടികൾ നിന്ന് കരയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് കാണുന്ന ഓഡിയൻസ് പലരും വിചാരിക്കുന്നത് സ്ക്രിപ്റ്റ് ആണെന്ന്. എന്ന് വെച്ച് നമ്മൾ ചെയ്യുന്നതെല്ലാം അതായത് നിങ്ങൾ കാണുന്ന എപ്പിസോഡ്സ് അതിനകത്തെല്ലാം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഫുള്ളായിട്ട് കാണിക്കാൻ പോലും പറ്റുന്നില്ല. ഈ റീച്ച് കൂട്ടാൻ വേണ്ടി ആൾക്കാർ പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ശരിക്കും നിങ്ങളുടെ ഓരോ സ്ക്രിപ്റ്റുകളിലും പ്രേക്ഷകരുടെ ഉപദ്രവം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, കേസുകൾ നടക്കുന്നുണ്ട്. ഞാനിത് തുടങ്ങിയ കാലം തൊട്ട് ഇതിന് പ്രശ്നം നല്ലതിനേക്കാളും കൂടുതൽ മോശമാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിനോടുള്ള താല്പര്യം കൊണ്ടും ഇതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ ചെയ്യുന്നത്. സിനിമയുള്ള ഒരു
ഭയങ്കരമായ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ശരിക്കും യൂട്യൂബ് തന്നെ ഓരോ ആളുകളും കൊടുക്കുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്കൊരു ചാൻസ് കിട്ടണമെങ്കിൽ നമ്മളിപ്പോ ഒരാളുടെ പുറകെ ഒരു എത്ര നാള് നമുക്ക് ചോദിച്ച് നടക്കാൻ പറ്റും? അതായത് ചാൻസ് ചോദിക്കേണ്ടതെന്നല്ല, ചാൻസ് ചോദിക്കുന്നവർക്ക് നമുക്ക് എന്തെടുത്ത് കാണിക്കാൻ പറ്റും? എടാ നിന്നെ എന്റെ പടത്തിൽ എടുക്കണം എന്നൊരു ഡയറക്ടർ, അതിനുള്ള തെളിവ് എന്താണ്? എന്തുകൊണ്ട് ഞാൻ നിന്നെ എന്റെ പടത്തിൽ എടുക്കണം എന്നൊരു ഡയറക്ടറിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ശരിക്കും ഈ ഒരു സ്ത്രീജനം പറഞ്ഞിരിക്കുന്നത് അവരും സിനിമയെ പ്രണയിക്കുന്ന ഒരാളാണെന്നും അവർ ഒത്തിരി ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് അവർക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടത്. അതിന്റെ പേരിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അവരെടുത്തിടാൻ കാരണം. ഇപ്പം സിനിമയിലെ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല സിനിമകളിൽ പോയി കാണത്തില്ല, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ സിനിമയെ പ്രണയിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കിടന്നു കൊടുത്തിട്ടല്ല ഒരു സിനിമയിൽ കയറാറുള്ളത്. അവ കഴിവുണ്ടോ എവിടുന്നാണെങ്കിലും കയറി വരും, കഷ്ടപ്പെടാൻ മനസ്സുണ്ടോ കിട്ടും. ശരിക്കും മൊത്തത്തിലുള്ള യൂട്യൂബേഴ്സിന് ഒരു അപമാനമാണോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഇപ്പം അങ്ങനെയെന്ന് വെച്ചാൽ ഓരോ യൂട്യൂബേഴ്സും അവരവരുടെ കാഴ്ചപ്പാടും അവരവരുടെ പെർസ്പെക്ടീവ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പ്രാങ്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതുപോലെ അവരെ ഇന്റർവ്യൂ അല്ലെങ്കിൽ റിവ്യൂ നടത്തുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇതൊരു ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം ആണ്, അല്ലാതെ എല്ലാവരും ഒരു കമ്പനി അല്ല, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അവരവരുടെ കഴിവുകൾ തെളിയിക്കുന്നത്. അവരതുകൊണ്ട് അങ്ങനെയാണ്. സ്വന്തമായിട്ട് വ്യക്തിപരമായ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് യൂട്യൂബിൽ ആഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അല്ലെ? യൂട്യൂബില് എന്താണ് വ്യക്തിപരമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലെ? ഇന്റർവ്യൂവില് അത് ആക്ച്വലി ഞാൻ ഇന്റർവ്യൂവിന്റെ ഒരു ചാനൽ നടത്തിയിട്ടില്ല. ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നിരിക്കും, മെയിൻലി അവർ ഇന്റർവ്യൂവിന് ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ജനങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്ടറിനെ കുറിച്ച് ഇന്ന കാര്യങ്ങളായിരിക്കും അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മലയാളികൾ, ഞങ്ങളുടെ പ്രാങ്കിന്റെ തന്നെ ബേസിക് കാര്യം ഞാൻ പറഞ്ഞുതരാം. മറ്റൊരാളുടെ രഹസ്യം അതായത് ഞങ്ങൾ ചെയ്യുന്ന അവിഹിത ആൾക്കാർക്ക് ഇഷ്ടമാണ്, പിന്നെ ഒരാളെ കരയിക്കുന്ന ഇഷ്ടം ഞങ്ങൾക്ക് ആഗ്രഹമായിട്ട് ചെയ്യുന്നതല്ല. നമ്മുടെ മലയാളികൾക്ക് ബേസിക്കലി അതാണ് വേണ്ടത്. മറ്റൊരാളുടെ യൂട്യൂബർ അല്ലാതെ ഒരു പ്രേക്ഷകൻ എന്നൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന് എന്താണ് ഉത്തരം നൽകേണ്ടത്? പ്രേക്ഷകനായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പം യൂട്യൂബർ അല്ല, ഞാൻ ആക്ച്വലി ഇപ്പൊ പ്രേക്ഷകനായിട്ടാണ് സംസാരിച്ചത്. യൂട്യൂബറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല. യൂട്യൂബറായിട്ട് സംസാരിക്കാൻ നമ്മൾ പറഞ്ഞത് അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്, നമുക്ക് ഐഡന്റിറ്റി, നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ ഇതുവരെ സംസാരിച്ചത് പ്രേക്ഷകൻ എന്ന രീതിയിലാണ്. അപ്പോ ഇദ്ദേഹം നല്ലൊരു യൂട്യൂബർ ആണ്, അടിത്തറയുള്ള ഒരു നല്ലൊരു യൂട്യൂബർ ആണെന്ന് തെളിയിച്ചിരിക്കുന്നത്. കാരണം കാര്യങ്ങൾ വളച്ചൊടിക്കാതെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകരായ നിങ്ങൾക്ക് പറയാനുള്ള എന്താണ്, ഇത് കമന്റ് ബോക്സിൽ പറയാം.